പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ 2024 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് അടുത്ത ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ത്യൻ ടൈം ശനിയാഴ്ച രാത്രി 11:30 മുതൽ സോണിയിലൂടെ ടിവിയിലും അതുപോലെ തന്നെ സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് സൈറ്റിലൂടെ മൊബൈലിലും കാണാൻ സാധിക്കും. ഇനി സോണി ലിവ് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വാച്ച് റെസ്ലിംഗ് എന്ന വെബ്സൈറ്റ് വഴി, തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണെന്ന് നിങ്ങൾ ഓർക്കണം, അതുവഴി നിങ്ങൾക്ക് ആ ഒരു ലൈവ് തുടങ്ങുന്ന സമയത്ത് ലഭിക്കുന്ന സെർവറിലൂടെ ലൈവ് കാണാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൻ്റെ ഒരു അപ്ഡേറ്റ് ആയി നമുക്ക് തുടക്കത്തിൽ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത് സ്കോട്ട്ലാൻഡിലാണ്. ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് 5 മത്സരങ്ങളാണ് ഇപ്പോൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എന്ന് അറിയില്ല. ഈ വീഡിയോ തയ്യാറാക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർക്കണം. അപ്പോൾ പുതിയ മത്സരങ്ങൾ ഏതെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പിന്നീടാണ് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 5 മത്സരങ്ങളിൽ നമ്മൾ ആദ്യം പങ്കുവെക്കുന്നത് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ബിയാങ്ക ബെലേറും ജെഡ് കാർഗിൽ, നിലവിലെ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ, ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഡ് കാർഗിലിനും ബിയാങ്ക ബെലേറിനും ആ ഒരു പവർഫുൾ ടാഗ് ടീമാണ്. അവർക്ക് തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ആയിരിക്കും. അതിലുപരി ഒരു ടൈറ്റിൽ ചേഞ്ച് നടക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം വരാനുള്ള കാരണം, അതായത് ഇപ്പോൾ സ്കോട്ട്ലൻഡ് വെച്ച് നടക്കുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള 2 റെസ്ലേഴ്സ് അവരൊരു ടാഗ് ടീമായിട്ട് സ്മാക്ഡൗണിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു TV ടൈം, അതുപോലെ തന്നെ അവർക്ക് ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുക്കുന്നതിലൂടെ സ്കോട്ട്ലാൻഡിലെ ഈ ഒരു ഇവൻറ്റ് കാണാൻ കൂടുതൽ ക്രൗഡ് എത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് വെച്ചത്. അല്ലാതെ ഒരു പുതിയ ചാമ്പ്യന്മാരെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ പ്ലാനും ഇല്ല. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻസ് നിലവിലെ ചാമ്പ്യന്മാർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ്. രണ്ടാമത്തെ മത്സരം നിലവിലെ വുമൻസ് ചാമ്പ്യനായ ബെയ്ലി വേഴ്സസ് പൈപ്പർ നേവൻ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പൈപ്പർ നേവൻ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഒരു റെസ്ലറാണ്. അതുകൊണ്ടാണ് പൈപ്പർ നേവന് പെട്ടെന്നൊരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പൈപ്പർ നേവൻ ഒരു നമ്പർ 1 കണ്ടൻഡർ ആകാനുള്ള മത്സരമൊന്നും വിജയിച്ചിട്ടില്ല. പക്ഷേ നമ്പർ 1 കണ്ടൻഡറായിട്ട് വരാനുള്ള കാരണം ബെയ്ലിക്കെതിരെ മത്സരിച്ച ഒരു ടാഗ് ടീം മത്സരത്തിൽ ഇവരുടെ ടീമിന് വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ബെയ്ലിക്കെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ചലഞ്ച് പ്രഖ്യാപിക്കുകയും മത്സരം അവർ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലേക്ക് കൺഫേം ചെയ്യുകയും ചെയ്തു. അതിലുപരി ഒരു ടൈറ്റിൽ ചേഞ്ചിന് യാതൊരുവിധ സാധ്യതയും ഇവിടെയും കാണുന്നില്ല. ബെയ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. മൂന്നാമത്തെ മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സാമി സെയിൻ ജാഡ് ഗേബിൾ എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. റോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയാണ്. ജാഡ് ഗേബിൾ, ആൽഫ അക്കാദമി, സാമി സെയിൻ തുടങ്ങിയവരുടെ ഒരു ഭാഗം. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോയിൽ സാമി സെയിനെതിരെ ഓട്ടിസ് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജാഡ് ഗേബിൾ ചാമ്പ്യൻ ആകും എന്നുള്ളത്. പക്ഷേ ജാഡ് ഗേബിൾ ചാമ്പ്യൻ ആകുന്നതല്ല നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഓട്ടിസ് ജാഡ് ഗേബിളിനെതിരെ ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കുക. അതുമൂലം ജാഡ് ഗേബിൾ പരാജയപ്പെടുന്നു. പിന്നീട് ജാഡ് ഗേബിൾ വേഴ്സസ് ഓട്ടിസ് അങ്ങനെയുള്ള ഒരു മത്സരം വരുന്നു. അതിൽ ജാഡ് ഗേബിൾ വിജയിക്കുന്നു. ജാഡ് ഗേബിൾ ഒരു പക്കാ ഹീലായിട്ട് നിൽക്കുന്ന ഒരു റെസ്ലറായി അതിനുശേഷം മാറുന്നു. പിന്നീട് അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലെ IC ടൈറ്റിൽ മത്സരത്തിൽ സാമി സെയിൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള കാരണം ഓട്ടിസ് ജാഡ് ഗേബിളിനെതിരെ തിരിയുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിയൻ പ്രിസ്റ്റ് ഡ്രൂ മാക്കൻഡയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടുള്ള പ്രീമിയം ലൈവ് ഇവൻ്റാണ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ. സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഡ്രൂ മാക്കൻഡയറിൻ്റെ ജന്മനാടാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിന് ഒരു ടൈറ്റിൽ വിജയിക്കാൻ, ക്രൗഡിൻ്റെ മുന്നിൽ, സ്വന്തം കാണികളുടെ മുന്നിൽ വിജയിക്കാൻ ഒരു സുവർണാവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഡ്രൂ മാക്കൻഡയർ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടായിരിക്കും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ, ഞാൻ ഈ ഒരു സ്റ്റോറി ലൈനെ നോക്കി കാണുന്നത് ഡ്രൂ മാക്കൻഡയർ പരാജയപ്പെടുന്ന പോലെ കാണിക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിനെ എങ്ങനെ അവർ പരാജയപ്പെടുത്തും, അത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് CM പങ്ക് എന്ന് പറയുന്ന ഒരു ലെജൻഡറി റെസ്ലറുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. CM പങ്കിനെതിരെ
റോയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ നിരന്തരം സോഷ്യൽ മീഡിയയിലും റോയിലും ഡ്രൂ മാക്കിൻറ്റയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഡ്രൂ മാക്കിൻറ്റയറിനെ ഈ ഒരു മത്സരത്തിൽ നല്ലതുപോലെ ബാധിക്കും. CM Punkന്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിലൂടെ ഡ്രൂ പരാജയപ്പെടുന്നതായിരിക്കും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് CM Punkന്റെ ആ ഒരു മെഡിക്കലി ക്ലിയർ ആയി എന്നുള്ളൊരു വാർത്തയും അതിനെ തുടർന്ന് ഡ്രൂവും പങ്കും തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരം മിക്കവാറും സമ്മർ സ്ലാമിൽ വരും. അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഡെമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡ്രൂ മാക്കിൻറ്റയർ ഒരു കടുത്ത എതിരാളിയാണെങ്കിൽ പോലും, ശക്തനായ എതിരാളിയാണെങ്കിൽ പോലും ഡെമിൻ പ്രീസ്റ്റിന് CM Punkന്റെ സഹായത്തോടു കൂടി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതല്ല ട്രിപ്പിൾ എച്ച് ഇനി ഒരു സ്റ്റോറി ലൈനിൽ യാതൊരുവിധ ഓൾട്ടറേഷൻ വരുത്തണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രൂ മാക്കിൻറ്റയർ സ്വന്തം കാണികളുടെ മുന്നിൽ വെച്ച് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. CM Punkന്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൂ മാക്കിൻറ്റയറിനെ അവർക്ക് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഡ്രൂവിനെ പരാജയപ്പെടുത്താൻ യാതൊരുവിധ വഴികളും ട്രിപ്പിൾ എച്ചിൻ്റെ മുന്നിൽ ഇല്ല. ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അപ്പോൾ ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെയും മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ളതുമായ മത്സരം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതൊരു ഐക്വിറ്റ് മത്സരമാണ്. അപ്പോൾ ഒരു 5 സ്റ്റാർ തലത്തിന് മുകളിലുള്ള ഒരു മത്സരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഓൾറെഡി ഈ രണ്ട് റെസ്ലേഴ്സ് ബാക്ക്ലാഷിൽ ഏറ്റുമുട്ടിയതാണ്. ബാക്ക്ലാഷിലെ ഇവൻറ്റിൽ അത് മികച്ചൊരു മത്സരമായിരുന്നു. അതിനേക്കാൾ മികച്ചൊരു മത്സരം ഈ ഒരു ഐക്വിറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ കോഡി റോഡ്സ് തന്നെയായിരിക്കും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുക. പക്ഷേ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ചില സംശയങ്ങൾ, അതിനുള്ള ഒരു ഉത്തരം കൂടി നമുക്ക് നോക്കാം. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാവുമോ? ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസ് വരില്ല. ബ്രോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ബ്രോക്ക് ലെസ്നറിനെ നിലവിൽ എന്തായാലും തിരികെ കൊണ്ടുവരാൻ യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലാനും ഇല്ല എന്നാണ് നമുക്ക് അവസാനമായി കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ ബ്രോക്കിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കേണ്ട. അങ്കിൾ ഹൗഡിയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ, അങ്കിൾ ഹൗഡി ഏതെങ്കിലും ഒരു ചാമ്പ്യനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അങ്കിൾ ഹൗഡി ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അപ്പിയർ ചെയ്യില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്കിൾ ഹൗഡിയുടെ ഒരു QR കോഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ 2024 കഴിഞ്ഞ് നടക്കുന്ന, അതായത് ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ നമുക്ക് അങ്കിൾ ഹൗഡിയുടെ അല്ലെങ്കിൽ വൈറ്റ് 6ൻ്റെ ഒരു അപ്പിയറൻസ് റോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ അങ്കിൾ ഹൗഡി ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ അഞ്ചാമത്തെയും മെയിൻ ഇവൻറ്റ് സാധ്യത